Greetings in the name of Lord and Savior Jesus Christ. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന് ഇനി നമ്മെ ചേർക്കുവാൻ വേണ്ടി വരുന്ന ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ആസാഫിൻ്റെ സങ്കീർത്തനം 73 ഞാൻ വായിക്കുകയാണ്. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് മറ്റുള്ളവരുടെ സൗഖ്യം കാണുമ്പോൾ അസൂയ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ആസാഫിൻ്റെ സങ്കീർത്തനമാണ് ഞാൻ വായിച്ചത്. ആസാഫ് പറയുകയാണ്, ഞാൻ ഒരുപാട് പ്രശ്നത്തിലാണ്. എൻ്റെ കാലടികൾ ഏകദേശം ഇടറിപ്പോയി. ഞാൻ സ്ലിപ്പ് ചെയ്ത് വീഴുന്ന ഭാവത്തിലായി. ഏറെക്കുറെ ഞാൻ വഴുതിപ്പോയി. എന്നാൽ സൗഖ്യമുള്ള അഹങ്കാരികളായ മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. അവരെപ്പറ്റി താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അവരുടെ കണ്ണുകളെ പറ്റിയിട്ട്, അവരുടെ നാവിനെ പറ്റിയിട്ട്, അവരുടെ വായയെ പറ്റിയിട്ട്, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ പറ്റിയിട്ട് അതൊന്നും ദൈവത്തിന് യോജിക്കാത്തവയാണ്. എങ്കിലും അവർക്ക് ഇത്രമാത്രം സൗഖ്യം, അവർ തടിച്ച് ഉരുണ്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ ആസാവ് പറയുകയാണ്. പ്രിയ ദൈവപൈതലേ, പലപ്പോഴും നാമും അങ്ങനെയായി തീർന്നിട്ടില്ലേ? എന്തുകൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം നീതിപ്രവർത്തികൾ, കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച്, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനെ ഏറ്റെടുത്ത് രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഈ കുറവുകളൊക്കെ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? അതുപോലെ തന്നെ ആസാഫും ചിന്തിച്ചിരുന്നു. ആസാഫിൻ്റെ ജീവിതത്തിൽ, ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടങ്ങളുണ്ടായി. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഇനി അല്പം മാത്രമേ ഉള്ളൂ ഒന്ന് വീഴാൻ. അതുപോലെയുള്ള ആ തെന്നി ആ അടുത്ത നിമിഷം വീഴുമെന്നുള്ള അവസ്ഥയിലായിരിക്കുന്ന ആസാഫ് പറയുകയാണ്, ഞാൻ ഈ അവസ്ഥയിലാണ്. എന്നാൽ മറ്റുള്ള അഹങ്കാരികളുടെ നന്മകൾ ഓർക്കുമ്പോൾ എനിക്ക് അവരോട് അസൂയപ്പെടുകയാണ്. എന്നാൽ നാം അസൂയപ്പെടേണ്ടവരല്ല. ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. അത് ആസാഫ് പിന്നീട് മനസ്സിലാക്കുകയാണ്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്നു. നമ്മളെ എന്തുകൊണ്ട് ഈ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരിക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ ചിന്തിച്ചത് ഞാൻ വെറും മൃഗമായിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ അടുത്ത വാക്യം 27 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത്, ഞാൻ എന്തിനാണ് അഹങ്കാരികളെ കണ്ടിട്ട്, അവരുടെ നന്മകൾ കണ്ടിട്ട് ഞാൻ അസൂയപ്പെട്ടത്, ലോകത്തിൻ്റെ നന്മകൾ കണ്ടിട്ട് ഞാൻ എന്തിനാ അസൂയപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമേ ഒരു ഭക്തന് മനസ്സിലാകത്തുള്ളൂ, ഞാനൊന്നുമല്ല, ഞാനൊരു മൃഗമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും എനിക്കില്ല എന്ന് ആസാഫ് പറയുകയാണ്. ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ ചെന്നപ്പോൾ, ദൈവത്തിൻ്റെ ആ വലിയ പാദപീഠത്തിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പൊട്ടനാണ്, ഐ ആം എ ഫൂൾ, ഞാനൊരു മൃഗത്തിന് തുല്യമായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നത് ദൈവസന്നിധിയിൽ വരുമ്പോഴാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുപോലെ 92 സങ്കീർത്തനത്തിൽ എന്നോട് ദൈവം ആദ്യമായിട്ട് സംസാരിച്ച, ഞാൻ സൗദിയിലായിരുന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ദൈവവചനത്തിൽ കൂടി സംസാരിച്ചതാണ്. അന്നുവരെ എനിക്കറിയില്ലായിരുന്നു വചനത്തിൽ കൂടി എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ പല ടെസ്റ്റിമോണിയൽസിൽ കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. എങ്കിലും ഈ മൃഗത്തിന് തുല്യമായ അവസ്ഥയെപ്പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്. സങ്കീർത്തനം 92 അധ്യായത്തിൽ നമുക്കിപ്രകാരം കാണാം, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നതുമില്ല. പ്രൈസ് ഗോഡ്. ദൈവം എന്തിനിത് ചെയ്തു, എന്തിനെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു, ആൻറ്റി എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടം സഹിക്കുന്നത്, ഞാൻ എന്താണ് ഇത്ര കഷ്ടം സഹിക്കുന്നതിനുള്ള ഏത് പാപമാണ്, ഏത് ശാപമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ട് ഇന്ന് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചതാണ്. ആസാഫ് പറയുകയാണ്, ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ കഷ്ടം സഹിക്കുന്നത്, ദൈവത്തിലാണെങ്കിൽ ഞാൻ കഷ്ടം സഹിക്കുന്നത് ദൈവഹിതപ്രകാരമാണ്.
എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു മൃഗമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു മൃഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, ഞാൻ ഒന്നും അറിയാത്ത ഞാനൊരു പൊട്ടനായിരുന്നു. ദൈവം ഇതെന്തിന് എന്നോട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മൃഗപ്രായനായ മനുഷ്യനായ എനിക്ക് അറിയില്ല ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ബുദ്ധി ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ മുമ്പിലുള്ളത് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിന്, ആൽഫയും ഒമേഗയുമായ എൻ്റെ ദൈവത്തിന്, ആദിയും അന്തവുമായ നിൻ്റെ ദൈവത്തിന്, നിൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ആയിരിക്കത്തില്ല നാളത്തെ അവസ്ഥ. നാളെ അറിയുന്ന ഒരു ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുപോലെ സങ്കീർത്തനക്കാരൻ 42-ാം അധ്യായത്തിൽ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവർക്കും പ്രിയ ദൈവ പൈതലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. ദുഃഖമില്ലാത്ത ആരും ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നിനക്ക് ദുഃഖം വരുമ്പോൾ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിച്ചെല്ലുമ്പോൾ ദൈവം അത് മനസ്സിലാക്കി തരും. എന്തിനാണ് നീ കഷ്ടം സഹിച്ചതെന്ന്, എന്തിനാണത്, ദൈവനാമത്തിനായിട്ട് എങ്ങനെ നിന്നെ അത് യൂസ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് അത് തന്നെ ആണ് ആഗ്രഹവും. ഈ ലോകത്തിലെ നന്മകൾ കൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല, ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുവാൻ. ഞാൻ ചിന്തിച്ചത് ശരിയാണോ, ഞാൻ പ്രവർത്തിച്ചത് ശരിയാണോ, ഞാൻ സംസാരിച്ചത് ശരിയാണോ, ഞാൻ കണ്ടത് ശരിയാണോ, ഞാൻ കേട്ടത് ശരിയാണോ, ദൈവവചനം ഞാൻ കേട്ടപ്പോൾ ഞാനത് ഗ്രഹിച്ചോ, അതോ ഞാനതിനെ ഞെരുക്കി എടുത്ത് കളഞ്ഞോ? ലോകത്തിൻ്റെ മായാമോഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ ദൈവത്തിൻ്റെ വലിയ വിശുദ്ധിയുള്ള വചനം എന്നിൽ നിന്ന് മുറിഞ്ഞുപോയോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം മുറിഞ്ഞു പോകാതിരിപ്പാൻ, നിന്നിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ, നിന്നെ അതിൽ നിന്ന് അകത്തിക്കൊണ്ട് പോകുന്ന സകലത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, വീണ്ടെടുക്കുവാൻ വേണ്ടി നിനക്ക് വരുന്ന ഓരോ കഷ്ടങ്ങളും ശോധനകളും നന്മയ്ക്കായിട്ടാണ്. പലപ്പോഴും നമുക്ക് വരുന്ന ശോധനകൾ പലരെയും ദൈവഹിതപ്രകാരം ദൈവത്തിലോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ തന്നെ മാത്രമേ ഓർക്കുന്നുള്ളൂ. എന്നാൽ പിതാവായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം എന്നെയും ഈ ലോകത്തിലുള്ള സകലരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ അവിടെ ആ കാൽവറിയുടെ ആ മരക്കുരിശിൽ തകരുവാൻ വേണ്ടിയിട്ട് കർത്താവ് അനുവദിച്ചത്. കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനാൽ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ ആ വലിയ പർപ്പസിന് വേണ്ടിയിട്ട്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോഴേ കണ്ണ് എന്നെയും നിന്നെയും കണ്ടു. അമ്മയുടെ ഉദരത്തിൽ അമ്മ പോലും അറിയാതിരുന്നപ്പോൾ എന്നെ മെനഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലെ ഹല്ലേലൂയ, സ്തോത്രം, ആർക്കും കാണുവാൻ പറ്റാതിരുന്നപ്പോൾ, ആരും നിന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, ഹല്ലേലൂയ, നിന്നെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. അവനുണ്ടാക്കിയപ്പോഴേ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ, ആ വിശുദ്ധ വിളിയാൽ ആ നമ്മെ വിളിച്ചു വേർതിരിച്ചത് ആ ദൈവത്തിൻ്റെ വലിയ പ്ലാനിലോട്ട് നമ്മെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ അവസ്ഥകളിലൊക്കെ എല്ലാവർക്കും കഷ്ടതകൾ വന്നിട്ടുണ്ട്. കഷ്ടതകൾ വന്നില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ആസാഫ് പറയുന്നു, എൻ്റെ കാലുകൾ വഴുതിപ്പോയി, ഏറെക്കുറെ ഞാൻ വീഴുമാറായി. കോരഹപുത്രന്മാർ പറയുന്നു, ഞാൻ കഷ്ടത്തിലാണ്, ആത്മാവ് എന്തിനാണ് നരങ്ങുന്നേ, എൻ്റെ ആത്മാവെ എന്തിനാണ് നീ ഞരങ്ങി വിഷാദിച്ചിരിക്കുന്നതെന്ന് കോരഹപുത്രന്മാർ ചോദിക്കുന്നു. ദാവീദ് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ടതായിട്ട് നമുക്കറിയാം. ഹല്ലേലൂയ, പ്രിയ ദൈവപൈതലേ, ഒന്നും നിന്നെ അറിയാതെ നിന്നെ ദണ്ഡിപ്പിക്കുവാൻ, നിന്നെ ഈ ജീവിതത്തിൽ നിന്ന് നശിപ്പിച്ച് മുടിച്ചു കളയുവാൻ വേണ്ടി നിനക്കൊന്നും വന്നിട്ടില്ല. നീ ദൈവസന്നദ്ധിയിലാണ്, ദൈവത്തോട് കൂടെ പറ്റിയിരിക്കുന്നതാണെങ്കിൽ അത് നിന്നെ തകർക്കുന്നതായിരിക്കത്തില്ല. നിൻ്റെ ഓരോ പ്രശ്നങ്ങളും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ പ്രിയ ദൈവപൈതലേ, ആത്മാവ് വിഷാദിച്ചിരിക്കുവാൻ നീ അവസരം കൊടുക്കരുത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ചിലപ്പോൾ ദുഷ്ടനായവനെ ദണ്ഡിപ്പിക്കുവാൻ പറ്റിയെന്നിരിക്കും. എന്നാൽ നിൻ്റെ ആത്മാവിനെ ദണ്ഡിപ്പിക്കുവാൻ അവന് കഴിയത്തില്ല. നീ അറിയാതെ അതിനെ ദണ്ഡിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നമുക്ക് ജോസഫിനെ അറിയാമല്ലോ. ജോസഫ് ഒരു ദർശനം കണ്ടിട്ട് ഹല്ലേലൂയ എത്രമാത്രം കഷ്ടപ്പെട്ടു. പൊട്ടക്കിണർ അവൻ്റെ ജീവിതത്തിൽ വന്നു. സഹോദരന്മാർ മൊത്തം അവന് എതിരായി. ഹല്ലേലൂയ, അതെത്ര വേദനയുള്ള ഒരു കാര്യമാണല്ലേ. ഹല്ലേലൂയ, ആരും കൂടിയില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സ്വന്തം സഹോദരന്മാർ ജീവനെ ഹാനി വരുത്തുവാൻ നോക്കുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് എത്ര പരിതാപകരമാണ്. അപ്പം പിന്നെ ഇതാ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെന്ന് നാണം കെടുത്തി, കുറ്റം ചുമത്തി, മാനഹാനി വരുത്തി, വെളിച്ചം കാണാത്ത തടവറയിലായി. എന്നാൽ നീ ഇരിക്കുന്നിടത്ത് എത്ര ഇരുളായാലും ദൈവം പ്രകാശിക്കും. കാരണം നിന്നിൽ വസിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ്
അവിടെ ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ച് കൊട്ടാരം വരെ എത്തുവാൻ തക്കവണ്ണം ജോസഫിനെ സഹായിച്ച ഒരു ദൈവം അവിടെ ജോസഫും സഹിച്ചിരുന്നു. എന്തുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു രാജ്യത്തെ മൊത്തം രക്ഷിക്കുവാൻ വേണ്ടി ജോസഫിൻ്റെ കഷ്ടതകൾ ജോസഫിൽ കൂടി ദൈവം അവരെ അനുവദിച്ചു കൊടുത്തു. ദൈവം ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ കഷ്ടതകൾ കണ്ട് വിഷമിക്കേണ്ട, ആത്മാവ് ഞരങ്ങണ്ട. ഹല്ലേലൂയ. നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, അതിനാൽ നീ സന്തോഷത്തോടെ ഇരിക്കുക, നിനക്കൊന്നും പറ്റത്തില്ല. ദൈവം ഒരു കാര്യം നിന്നിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു ഒരു സാത്താനും ഒരു പ്രവർത്തികൾക്കും ഒരു മനുഷ്യനും ഒരു ഡാർക്ക്നെസ്സിനും അതിനെ എതിർക്കുവാൻ പറ്റത്തില്ല. നമ്മളുടെ കൂടെ അനുവാദമില്ലാതെ നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ ഒരു പക്ഷേ തകർത്തെന്നിരിക്കാം. എന്നാൽ നാം ദൈവത്തോടു കൂടി പറ്റി നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ചില പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, അമരം തിരയുടെ ആ വയലൻ്റായിട്ടുള്ള ആ വേവ്സ് കൊണ്ട് ഉടഞ്ഞുപോയി, ആ കപ്പൽ ഉടഞ്ഞുപോയി. എന്നാൽ പൗലോസിനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ എവിടോട്ടാണ് പോകുന്നത്? ബർബരന്മാരുടെ അടുത്ത്. ഒട്ടും സഹായിക്കാൻ പറ്റാത്ത അവരിൽ നിന്ന് ഫേവർ ലഭിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം ആയിരിക്കുന്നിടത്ത് നമുക്ക് ഫേവർ തരുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഇന്ന് നീ എന്ത് ഭാരപ്പെടുന്നു, വിഷാദിച്ചിരിക്കുന്നു, ആരും സഹായിക്കാനില്ല എന്ന് പറയുന്നിടത്ത് സഹായിക്കാൻ പറ്റാത്തവരെ കൊണ്ട് സഹായിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴിത് അണലിയും കടിച്ചിരിക്കുന്നു. വൺ ആഫ്റ്റർ അനദറായിട്ട് വീണ്ടും പ്രശ്നം നിൻ്റെ ജീവിതത്തിൽ വരികയാണോ? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ആ ദ്വീപ് മൊത്തം ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ വലിയ സൗഖ്യവും സന്തോഷവും സമാധാനവും മനസ്സിലാക്കുവാനും അവിടെ അണലി കടിച്ചത് കൊണ്ടാണ് സാധിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അന്നുവരെ നടക്കാത്ത ദൈവപ്രവൃത്തികൾ കാണുവാൻ ആ ബർബരന്മാർക്ക് സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കൈസരുടെ മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം പൗലോസിനെ സഹായിച്ചു. ഏതെല്ലാം നീ ഇരിക്കുന്ന ഇട്ടം മറിഞ്ഞു പോയാലും, ഇരിക്കുന്ന വീട് കത്തിച്ചാമ്പലായി പോയാലും, നിന്നെ കൊണ്ട് നടത്തേണ്ട പ്ലാൻ ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തു തന്നെ ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ശരീരവും മനസ്സും ഒരു പക്ഷേ ദുഷ്ടനായവന് നമ്മെ പീഡിപ്പിച്ച് നിൽക്കുവാൻ സാധിച്ചിരിക്കും. എന്നാൽ നാം ആത്മാവിൽ ധൈര്യപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ പ്ലാനോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെക്കുറിച്ച് നല്ല പ്ലാനുകളാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ്, മറ്റുള്ളവരെ ദൈവരാജ്യത്തിലാക്കുവാൻ വേണ്ടി ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ്. ആ പ്ലാനുകളെ ആർക്കും, ഒരു ദുഷ്ടനും ഒരു എതിരാളിക്കും തകർക്കുവാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു രാജ്യത്തിനോ ഒരു രാജാവിനോ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ കൈ നിൻ്റെ മേൽ ഉയർന്നിരുന്നാൽ അതിനെ മടക്കുവാൻ ആർക്ക് സാധിക്കും? ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പ പിതാവേ, എത്രയോ ദുഷ്ടതകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് എതിരിട്ടാലും നിൻ്റെ കൈ കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആ മുറിഞ്ഞ കരങ്ങളിൽ യേശുവെ ഞങ്ങളെ സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച് അവിടുത്തെ അവസാന പ്ലാൻ വരെയും ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാതെ, മൃഗപ്രായനായ മനുഷ്യൻ ഞങ്ങളാകുന്നു എങ്കിലും കർത്താവെ, ആത്മാവിൻ്റെ ആ വിവേകത്തിൽ, ആത്മാവിൻ്റെ ആ ജ്ഞാനത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മൃഗത്തിൻ്റെ അവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫൂളിഷ്നെസ്സിൻ്റെ അവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ അപ്പാ. ജ്ഞാനമാകുന്ന ദൈവം ഇന്ന് കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. God bless you.